ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ കാര്യത്തിൽ ഇന്നലെ ഒരു നിർണായക വഴിത്തിരിവ് സംഭവിച്ചിരുന്നു. അതായത് പ്രീമിയർ ലീഗ് മാതൃകയിൽ അഥവാ ക്ലബ്ബ് ലെഡ് മോഡലിലാണ് ഇനി ISL നടക്കുക. ക്ലബ്ബുകളാണ് അടുത്ത 4 വർഷത്തേക്ക് ISL നടത്തുക. 15.4 കോടി രൂപയാണ് ഫെഡറേഷന് ലഭിക്കുക. അതായത് ഓരോ ക്ലബ്ബുകളും 1.1 കോടി രൂപ വീതം ഫെഡറേഷന് നൽകേണ്ടി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാർക്കസ് മെർഗുലാവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എത്ര ക്ലബ്ബുകൾ പങ്കെടുക്കും എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് 20 കോടി രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. അവർ ആവശ്യപ്പെട്ടിരുന്നത് 20 കോടി രൂപയായിരുന്നു. പക്ഷെ പിന്നീട് അത് 15.4 കോടി രൂപയിലേക്ക് എത്തുകയായിരുന്നു. 14 ക്ലബ്ബുകളാണ് ഉണ്ടായിരിക്കുക. പക്ഷെ ഈസ്റ്റ് ബംഗാൾ ആവശ്യപ്പെട്ടത് ചുരുങ്ങിയത് 16 ക്ലബ്ബുകൾ എങ്കിലും ISLൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ അടുത്ത സീസണിൽ 14 ക്ലബ്ബുകളായിരിക്കും ഉണ്ടാവുക. മുഹമ്മദൻ SC റെലഗേറ്റ് ആയിട്ടുണ്ട്. അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നുമില്ല. ഡയമണ്ട് ഹാർബർ FCക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്ക് ഒരുപക്ഷെ വിലക്കൊക്കെ ലഭിച്ചേക്കും. അപ്പോൾ ISLൽ പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ 13 ടീമുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് IFLൽ 2ാം സ്ഥാനത്തുള്ള ഷില്ലോങ് ലജോങ്ങിന് അങ്ങനെ പ്രൊമോഷൻ ലഭിക്കില്ല. അതായത് ഡയമണ്ട് ഹാർബർ FC പുറത്തായാൽ പകരമായിക്കൊണ്ട് ഒരു ടീം വരില്ല. മറിച്ച് 13 ടീമുകളെ വെച്ചുകൊണ്ട് തന്നെ ISL നടക്കും എന്നുള്ളതാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് 14 ടീമുകൾ ഉണ്ടാകും. പക്ഷേ ഡയമണ്ട് ഹാർബർ FC പുറത്തു പോയാൽ പകരം ടീം വരില്ല എന്നുള്ളതാണ്. 13 ടീമുകളെ വെച്ചുകൊണ്ട് കളിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.